ഈ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതായത് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് ലൈഫിലോട്ട് ഇംപ്ലിമെൻറ്റും ചെയ്യണം. അല്ലാതെ വെറുതെ കണ്ടിട്ട് വെറുതെ പോയിട്ട് കാര്യമില്ല. നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം ഇതിനകത്ത് ഐഡിയാസ്. കാരണം ലൈഫ് ചേഞ്ചിങ് ആയിരിക്കും. കാരണം ഞാൻ തന്നെ ഒരുപാട് മാറിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതായത് നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യുക. അതായത് കണ്ടിട്ട് ഫുള്ളായിട്ട് കാണുക, എന്നിട്ട് നിങ്ങളിത് അപ്ലൈ ചെയ്യുക പ്ലീസ്. അല്ലെങ്കിൽ കാണണ്ട, നിർത്തിപ്പോയിക്കോ. അത്രേ ഉള്ളൂ. എന്താണ് ബ്രോ, മോഡേണോ? നമ്മൾ സിനിമയിലാണെങ്കിൽ മമ്മൂട്ടീനെ എടുത്തോ, അല്ലെങ്കിൽ മോഹൻലാലിനെ എടുത്തോ, അല്ലെങ്കിൽ ബിസിനസ്സിലാണെങ്കിൽ അംബാനീനെയോ, അല്ലെങ്കിൽ അദാനീനെയോ, അല്ലെങ്കിൽ നമ്മുടെ ഇലോൺ മാസ്കിനെയോ, ഇവരെ ആരെ വേണമെങ്കിലും എടുത്തു ലൈഫിൽ എക്സ്ട്രീമായി സക്സസ്ഫുള്ളായ ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത അവർ എക്സ്ട്രീംലി ലക്കി ആയിരിക്കും. നമുക്ക് ലക്ക് വഴി ഒരാൾ സക്സസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം അവരുടെ ഹാർഡ് വർക്ക്. How to make her obsessed with you. This manipulative technique to make her obsessed is called Get up! Get up! Somebody is out there working harder than you. Somebody is in a position that you want to be because they put in the work. So get up! ഡെഡിക്കേഷൻ, അവരുടെ ഡിറ്റർമിനേഷൻ, എവറിത്തിങ്, എൻഡ്യൂറൻസ്, നമുക്ക് അങ്ങനെ വിശ്വസിക്കാനാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ റിയാലിറ്റി ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. ഓതറും ട്രേഡറും ആയ നിക്കോളാസ് നസീം തലാബിൻ്റെ ഫൂൾഡ് ബൈ റാൻഡംനെസ്സിൽ പറയുന്ന ഒരാൾ എക്സ്ട്രീം ലെവൽ സക്സസ്ഫുൾ ആയ ഒരാൾ അവർ എക്സ്ട്രീംലി ലക്കിയാണ്. ഒന്ന് ആലോചിച്ചാൽ നമുക്ക് ഒരിക്കലും ലക്കിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമുക്ക് കൺട്രോൾ ആകെ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ആക്ഷൻസിനെയാണ്. അതായത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ എങ്ങനെ ചെയ്യും. ഞാൻ എൻ്റെ ആക്ഷൻസിൽ കൺട്രോൾ ചെയ്യുക. രാവിലെ തന്നെ എഴുന്നേറ്റു, എൻ്റെ ഫോണിൽ ഞാൻ നോക്കി, അതിനുശേഷം ഞാൻ ഒരു കുപ്പി വെച്ചിട്ട് എൻ്റെ അടുത്ത് വെച്ച വെള്ളം കുടിച്ചു. ഞാൻ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ ഫോണിൽ നോക്കി, പിന്നെ ഞാൻ പല്ലിയൊക്കെ ഇറങ്ങി ഞാൻ പല്ല് വെച്ചു, വെള്ളമൊക്കെ നനച്ച് ഒന്ന് പല്ല് വെക്കാൻ തുടങ്ങി. പിന്നെ പല്ല് വെച്ചുകൊണ്ടിരിക്കുക, പിന്നെ വാ കഴുകുക. പിന്നെ വാ കഴുകിയതിന് ശേഷം എനിക്ക് അപ്പോഴാണ് തൂറാൻ മുട്ടിയത്. അപ്പോൾ ഒരു വള്ളിനെ പിന്നെ അതിന് ശേഷം ഞാൻ പോയി കക്കൂസിൽ പോയിരുന്നു. ഇരുന്നതിന് ശേഷം അറിയാലോ, കണ്ടി കളയുക, ട്രൗസർ ഇട്ട് ഇറങ്ങിപ്പോയി. ശരിക്കും നമുക്ക് ആക്ഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഇല്ല, നമുക്ക് ഒരിക്കലും ആക്ഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതായത് നിങ്ങൾ എൻ്റെ ഡേ കണ്ടില്ലായിരുന്നു, എൻ്റെ മോർണിംഗ് റുട്ടീൻ. അതായത് ഞാൻ പോലും അറിയാതെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളും അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലോട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ജസ്റ്റ് മോർണിംഗ് റുട്ടീൻ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് രാവിലെ എഴുന്നേൽക്കുന്നു, ചില ആൾക്കാരാണെങ്കിൽ ഫോൺ നോക്കും. ചിലപ്പോൾ ഞാൻ എൻ്റെ ഇത് കണ്ടില്ലായിരുന്നു. അതായത് ഞാൻ എഴുന്നേൽക്കുന്നു, പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഫോൺ നോക്കുന്നു, വെള്ളം കുടിക്കുന്നു. അതായത് ഞാനിപ്പോൾ നമുക്ക് കൗണ്ട് ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഞാൻ എഴുന്നേൽക്കുന്നു ഒന്ന്, പിന്നെ അതായത് ആക്ഷൻസ് നമ്മൾ കൗണ്ട് ചെയ്താൽ തന്നെ നമ്മൾ എത്രങ്ങാനും ആക്ഷൻസ് നമ്മൾ ചെയ്തു, നമ്മൾ പോലും അറിയാതെ. അതായത് നമ്മൾ ഓട്ടോ പൈലറ്റിലാണ് ജീവിക്കുന്നത്. അതായത് നമ്മൾ ഒരു ഏതൊരു സാഹചര്യത്തിലോട്ട് എത്തിയാലും നമ്മൾ ഓട്ടോ പൈലറ്റായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതായത് ശരിക്കും നമുക്ക് ആക്ഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതായത് നമ്മൾ പഠിക്കുന്നത് തൊട്ടിട്ട് നമ്മൾ എഴുന്നേൽക്കുന്നതും, അതായത് നമ്മൾ കുളിക്കുന്നു, ഇത് അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ജോലി തൊട്ടിട്ട് എല്ലാം നമ്മൾ ഓട്ടോ പൈലറ്റിലാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ പോലും അറിയാതെ നമ്മൾ ജീവിച്ചു പോവുക. അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് ശരിക്കും നമ്മുടെ ആക്ഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ലെക്കിനെയും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ആക്ഷൻസിനെയും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് എന്തുകൊണ്ടാണ് ഈ നമ്മുടെ ആക്ഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്? കാരണം അത് നമ്മുടെ ഹാബിറ്റ്സ് ആയതുകൊണ്ടാണ്. അതായത് നമ്മുടെ ഒരു ഹാബിറ്റ് നമുക്ക് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പോലും അറിയാതെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. അതായത് നമ്മൾ അറിയില്ല, നമ്മൾ നമ്മൾ കടിക്കുന്ന കാര്യം നമ്മൾ ആങ്ഷ്യസ് ആകുമ്പോൾ, അതായത് നമ്മൾ പോലും അറിയാതെ ചെയ്യുന്നതിനാണ് നമ്മൾ ഹാബിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഹാബിറ്റിൽ വർക്ക് ചെയ്താൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ബുക്ക് വായിക്കാൻ ശ്രമിക്കേണ്ട, നമ്മൾ ബുക്ക് വായിച്ചാൽ മതി. അതായത് നമുക്കൊരു ശീലം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ബുക്ക് വായിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ട, നമ്മളൊരു ബുക്ക് വായിച്ചോളും. അതേപോലെ തന്നെ നമുക്ക് സ്മോക്കിംഗ് ഒരു ഹാബിറ്റ് ആണെങ്കിൽ നമ്മൾ സ്മോക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ട, നമ്മൾ സ്മോക്ക് ചെയ്തോളും. നമ്മൾ ഏതൊരു കാര്യം നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട്, അത് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്താൽ ആ ഒരു കാര്യം നമുക്ക് ഹാബിറ്റായി മാറും. അതായത് നമ്മളിപ്പോൾ രാവിലെ ഡെയിലി നമ്മൾ കുഞ്ഞിനെ മുതൽ പല്ല് വെച്ചുകൊണ്ടിരിക്കുന്നത്, അവിടെ നമ്മൾ ഹാബിറ്റായി കോൺസ്റ്റൻ്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അത് ഏതൊരു കാര്യമാണെങ്കിലും എടുത്തോ നമ്മൾ റിപ്പീറ്റഡായി ചെയ്താൽ അത് നമുക്കൊരു ഹാബിറ്റായി മാറും. അത് നല്ലതാണോ ചീത്തതാണോ ഏത് വേണമെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ റിപ്പീറ്റഡായിട്ട് ഏതൊരു കാര്യം ചെയ്താലും അത് നമുക്കൊരു ഹാബിറ്റായിരിക്കും, അതൊരു സെക്കൻഡ് നേച്ചർ, നമ്മുടെ സെക്കൻഡ് നേച്ചർ ആയിരിക്കും. അതേ നമ്മൾ ഒരു ഹാബിറ്റ് റിപ്പീറ്റഡായിട്ട് ചെയ്യണമെങ്കിൽ ഈ 4 കാര്യങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്യണം. എന്നാലേ നമ്മൾ റിപ്പീറ്റഡായിട്ട് ചെയ്യുള്ളൂ. ഇത് ലൂപ്പ് പോലെ പിന്നെയും വർക്കാവും. അങ്ങനെയാണ് നമ്മളൊരു ഹാബിറ്റ് ഫോം ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഹാബിറ്റ് അങ്ങനെയാണ് വർക്ക് ചെയ്യുക. അതിനാദ്യം വേണ്ടത് ക്യൂ. അതൊരു കാരണം വേണം. ഒരു കാര്യം ചെയ്യണമെങ്കിൽ അതിനുള്ള കാരണം വേണം. അതായത് തുടങ്ങാനോ അല്ലെങ്കിൽ ഒരു കാരണം, ഒരു സ്ഥലം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആകട്ടെ, അതിന് ടൈം, അതിനൊരു കാരണം. അതായത് നമ്മളിപ്പോൾ ബ്രഷിൻ്റെ കാര്യം എടുക്കുക, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ബ്രഷ് ചെയ്യുന്ന കാര്യമോ അല്ലെങ്കിൽ ഏതൊരു കാര്യവും എടുക്കുക. ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്നത് ബുക്ക് വായിക്കുക. അപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ജസ്റ്റ് സ്ട്രെസ്സ് ഫീൽ ചെയ്യുമ്പോൾ ഞാൻ ബുക്ക് എടുത്ത് വായിക്കും. അതായത് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ക്യൂ, കാരണം. അപ്പോൾ അതിന് ഞാൻ ക്രേവ് ചെയ്യുന്നത് ബുക്ക് വായിക്കുന്നത് ഞാൻ ഓർക്കും, പണ്ട് വായിച്ച കാര്യം. അതായത് എനിക്കൊരു ഹാബിറ്റ് ആയതുകൊണ്ട് ഞാൻ ഓർക്കും, അറിയാതെ തന്നെ ഓർക്കും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, റെസ്പോൺസ് ആയിട്ട് ഞാൻ ബുക്ക് എടുത്ത് വായിക്കും, ഞാൻ പോലും അറിയാതെ വായിക്കും. വായിച്ചതിന് ശേഷം എനിക്കിത് ഒരു സാറ്റിസ്ഫാക്ഷൻ,
സെയിം വേ ബാഡ് ഹാബിറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും സ്മോക്ക് ചെയ്യുക. എനിക്ക് സ്ട്രെസ് ഫീൽ ചെയ്തു, അപ്പോൾ ഞാനെന്ത് ഓർക്കും, സ്ട്രെസ്സ് വന്ന് ഞാൻ എന്ത് ചെയ്യണം, അപ്പോൾ ഞാൻ ആലോചിക്കും, അപ്പോൾ ഞാൻ ക്രേവ് ചെയ്യും എന്തിന്, സ്മോക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ക്രേവ് ചെയ്യുന്ന വഴി ഞാൻ സ്മോക്ക് ചെയ്യുന്നതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ ആ റെസ്പോൺസായിട്ട് ഞാൻ സ്മോക്ക് ചെയ്യും. സെയിം കാര്യം നമുക്ക് സ്ട്രെസ്സ് മാനേജ് ചെയ്യാൻ വേണ്ടി നമുക്ക് ബുക്കും വായിക്കാം, അല്ലെങ്കിൽ നമുക്ക് സ്മോക്കും ചെയ്യാം. ഇനി നമുക്ക് മനസ്സിലാക്കാം എങ്ങനെ ഒരു ഗുഡ് ഹാബിറ്റ് ഉണ്ടാക്കുമെന്ന്, അതേപോലെ എങ്ങനെ ഒരു ബാഡ് ഹാബിറ്റ് ബ്രേക്ക് ചെയ്യാമെന്ന്. അപ്പോൾ നമ്മൾ എങ്ങനെ ഒരു ഗുഡ് ഹാബിറ്റ് തുടങ്ങുക, എങ്ങനെ ഒരു ബാഡ് ഹാബിറ്റ് കളയുക. ഇതിനുവേണ്ടി നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അതായത് എന്ന് പറഞ്ഞാൽ കാരണത്തിൽ നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യുക. അതായത് ഒരു ഗുഡ് ഹാബിറ്റ് തുടങ്ങണമെങ്കിൽ ഒരു കാരണം വേണം, ഒരു ബാഡ് ഹാബിറ്റ് ബ്രേക്ക് ചെയ്യണമെങ്കിൽ ആ കാരണം നമ്മൾ റിമൂവ് ചെയ്യുക. നമ്മൾ ഒരു സ്മോക്കറാണെന്ന് കരുതുക, അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് സ്മോക്ക് ചെയ്യാനുള്ള കാരണം നമ്മുടെ കൂട്ടുകാരാണെന്ന് ചിന്തിക്കുക. അപ്പോൾ നമ്മൾ എന്ത് കേട്ടോ, ആ കാരണത്തെ നമ്മൾ ഒഴിവാക്കുക, കുറച്ച് ദിവസം നമ്മൾ ഒഴിവാക്കുക. അപ്പോൾ നമ്മൾ എല്ലാത്തിനും കാരണം ഞാനാ, പോരെ? ഞാൻ പറഞ്ഞ എല്ലാത്തിനും കാരണം നീയാണ്. നിന്റെ ഒക്കെ എല്ലാ തോന്നിയ ദിവസത്തിനും കൊട്ടിയും പിടിച്ച് കൂടെ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ പണിയെടുക്കുമ്പോൾ നമ്മളിങ്ങനെ ഫോണൊക്കെ തോണ്ടി നിൽക്കുന്നവനാണെങ്കിൽ, പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ജസ്റ്റ് ആ ഫോണൊന്ന് റിമൂവ് ചെയ്യുക. ഒരു ഗുഡ് ഹാബിറ്റ് തുടങ്ങാനും അതേപോലെ തന്നെ നമുക്ക് ബുക്ക് വായിക്കുന്ന ഒരു പുതിയ ശീലം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പ്രത്യേക ടൈമും ഒരു സമയവും നമ്മൾ ഫിക്സ് ചെയ്യുക. അതൊരു ഒരു മെത്തേഡ്, അല്ലെങ്കിൽ ഒരു പ്രത്യേക ലൊക്കേഷൻ. അതേപോലെ നമ്മളൊരു കാരണം ഉണ്ടാക്കും, ഒരു ലൊക്കേഷനോട് എത്തിയാൽ നമ്മൾ ബുക്ക് തനിയെടുത്ത് വായിക്കുക. നമ്മളത് റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നതോറും, നമ്മൾ പറഞ്ഞല്ലോ റിപ്പീറ്റ് ചെയ്യുന്നതോറും നമ്മൾ ആ ലൊക്കേഷൻ നമുക്കൊരു ക്യൂ ആയി മാറും, കാരണമായി മാറും. പക്ഷേ നമുക്ക് അൺകൺട്രോളബിൾ ആയ കോഴ്സുകളുണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് സ്ട്രെസ്സ് വരുമ്പോഴാണ് നമ്മൾ സ്മോക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ആ സ്ട്രെസ്സിലോട്ട് എത്താതിരിക്കാനേ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. അൺകൺട്രോളബിൾ ആയ കാര്യങ്ങൾ നമ്മൾ വലുതായിട്ട് ബോധപ്പെടേണ്ട ആവശ്യമില്ല. അതായത് ഫസ്റ്റ് സ്റ്റേജിൽ. പക്ഷേ നമ്മൾ 4 സ്റ്റേജുകളുണ്ട്, എന്നാലേ നമ്മളൊരു ഹാബിറ്റ് നമ്മൾ ചെയ്യത്തുള്ളൂ. നമുക്ക് ഈ ഇതിൽ വേണം നിർത്താൻ പറ്റും. പക്ഷേ ആദ്യത്തെ സ്റ്റെപ്പായ അതായത് ബാഡ് ഹാബിറ്റിൻ്റെ കാരണങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള കാരണങ്ങൾ റിമൂവ് ചെയ്യുക. ഗുഡ് ഹാബിറ്റിന് നമ്മൾ കാരണങ്ങൾ ഉണ്ടാക്കുക. അടുത്തത് നമ്മൾ മേക്ക് ഇറ്റ് അട്രാക്റ്റീവ്. അതായത് ഒരു ഗുഡ് ഹാബിറ്റ് നമ്മൾ അട്രാക്റ്റീവാക്കി മാറ്റണം. അതായത് അത് ചെയ്താൽ വളരെ രസമായിരിക്കും. അല്ലെങ്കിൽ ഒരു ബാഡ് ഹാബിറ്റ് ചെയ്യുന്നത് നമ്മൾ അൺഅട്രാക്റ്റീവായി മാറ്റണം. അതായത് അത് ചെയ്താൽ കൊള്ളത്തില്ല. അതായത് സ്മോക്ക് ചെയ്യുന്നത് നമുക്ക് കൊള്ളത്തില്ല എന്ന് നമ്മൾ പറഞ്ഞു പഠിപ്പിക്കും നമ്മളെ തന്നെ. അതായത് കൊള്ളത്തില്ല, നമ്മുടെ ഹെൽത്ത് നശിപ്പിക്കും, അത് കൊള്ളത്തില്ല. ടൈം പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ടൈം നമ്മൾ വേസ്റ്റാക്കി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിനെ നമ്മൾ നശിപ്പിക്കുകയാണെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. ആ ഒരു പ്രവൃത്തി അൺഅട്രാക്റ്റീവായി മാറ്റണം. അതിന് പകരം നമ്മളിപ്പോൾ സ്മോക്ക് ചെയ്യുന്നത് അയ്യോ നല്ലതാണ്, എനിക്ക് സ്ട്രെസ് റിലീഫ് കിട്ടുമെന്ന് പറഞ്ഞാൽ അത് നമ്മൾ പിന്നെയും ചെയ്യും. പക്ഷേ ഗുഡ് ഹാബിറ്റിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ബുക്ക് വായിച്ചാൽ നമ്മൾക്ക് ഒരുപാട് നോളജ് കിട്ടില്ലേ എന്നൊക്കെ പറയണം. അതിന് പകരം നമ്മൾ ബുക്ക് വായിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറയരുത്. മേക്ക് ഇറ്റ് അട്രാക്റ്റീവ്. അതായത് നന്നായി വർക്കൗട്ട് ചെയ്യുന്നത് നല്ലതാണെന്ന് നമ്മൾ പറയണം. വർക്കൗട്ട് ചെയ്യുന്നത് നല്ല ഷേപ്പ് കിട്ടും. നല്ല ഷേപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അറിയാലോ, ഓക്കെ, നല്ല മസിൽ കിട്ടും. മസിൽ എനിക്കില്ല, കുറച്ച് കൊഴുപ്പാണ്. ഓക്കെ, അതായത് നല്ല മസിൽ കിട്ടും. അതുകൊണ്ട് നമ്മൾ മേക്ക് ഇറ്റ് അട്രാക്റ്റീവ്. നമുക്ക് ഏതൊരു ഹാബിറ്റ് തുടങ്ങുന്നത് നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്യേണ്ട തുടങ്ങാൻ നമ്മൾ അത് അട്രാക്റ്റീവ് ആക്കുക. ഒരു ബാഡ് ഹാബിറ്റ് നമ്മൾ ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമ്മളത് അൺഅട്രാക്റ്റീവ് ആക്കി മാറ്റുക. നമ്മൾ മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മുടെ റെസ്പോൺസ്. അതായത് നമ്മൾ ക്യൂ കഴിഞ്ഞു, നമുക്ക് ക്രേവ് ചെയ്തു, പിന്നെ അതിന് ശേഷം നമ്മൾ റെസ്പോൺസാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ റെസ്പോൺസ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു പ്രോസസ്സ് അത് എളുപ്പമാക്കി കഴിഞ്ഞാൽ നമ്മളത് ചെയ്യാനുള്ള ചാൻസ് കൂടുതൽ. അതായത് നമ്മൾ ഡിഫിക്കൽട്ടാക്കിയ, അതായത് ആ പ്രോസസ്സിലോട്ട് എൻ്റർ ചെയ്യുന്നത് ശരിയാണ്, അതാണ് ഒരു കാരണം. അത് പ്രോസസ്സിലോട്ട് എൻ്റർ ചെയ്യുന്ന കാര്യം നമ്മൾ എളുപ്പമാക്കി കഴിഞ്ഞാൽ നമ്മൾ ആ പ്രോസസ്സ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അതായത് നല്ലൊരു ഹാബിറ്റ് ആണെങ്കിൽ ബാഡ് ഹാബിറ്റ് ആണെങ്കിൽ, അതായത് നമ്മളെപ്പോഴും നമ്മുടെ പോക്കറ്റിൽ സിഗരറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ സിഗരറ്റ് വലിക്കാൻ ചാൻസ് ഉണ്ട്. അതേപോലെ പാക്കറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വലിക്കും. പക്ഷേ അതിന് പകരം നമ്മളിപ്പോൾ നമ്മുടെ റൂമിൽ തന്നെ ഒരു പുള്ളപ്പ് പറഞ്ഞാൽ നമ്മളെപ്പോഴും പുള്ളപ്പ് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതിന് പകരം അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ നമ്മളെപ്പോഴും നമ്മൾ 100 പുഷപ്പ് അടിക്കാൻ നോക്കണ്ട. അതിന് പകരം 1 പുഷപ്പ് അടിക്കാൻ നോക്കിയാൽ മതി. നമ്മൾ എളുപ്പത്തിൽ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മളത് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. എന്ത് കാര്യം നമ്മൾ എളുപ്പമാക്കി കഴിഞ്ഞാൽ നമ്മളത് ചെയ്യാനുള്ള ചാൻസ്. അത് ഗുഡ് ഹാബിറ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ എളുപ്പമാക്കുക, ബാഡ് ഹാബിറ്റിൻ്റെ കാര്യത്തിൽ നമ്മളത് ബുദ്ധിമുട്ടാക്കുക. സിഗരറ്റ് വലിക്കാതിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സിഗരറ്റ് മേടിക്കാതിരിക്കുക. അല്ലെങ്കിൽ നമ്മളിപ്പോൾ നമ്മുടെ അടുത്ത് കടയുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഏതെങ്കിലും അപ്പുറത്തെ കടയിൽ പോയിട്ട് മേടിച്ചിട്ട് വന്നാലും നമ്മൾ വലിക്കുള്ളൂ നമ്മൾ തീരുമാനിക്കുക. അപ്പോൾ നമ്മൾ ആ പ്രോസസ്സ് ഡിഫിക്കൽട്ട് ആക്കും തോറും നമ്മളത് ചെയ്യാതിരിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതായത് ഒരു ഹാബിറ്റ് നമ്മൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള മെയിൻ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പ്രോസസ്സ്, അതായത് അങ്ങോട്ട് കയറാനുള്ള ഒരു ഹാബിറ്റിലോട്ട് കയറാനുള്ള പ്രോസസ്സ് നമ്മൾ എളുപ്പമാക്കുക. ഗുഡ് ഹാബിറ്റിൻ്റെ കാര്യത്തിൽ, ബാഡ് ഹാബിറ്റിൻ്റെ കാര്യത്തിൽ അത് ഡിഫിക്കൽട്ട് ആക്കുക. നമുക്ക് ഏറ്റവും ലാസ്റ്റായിട്ട് വേണ്ടത് ഒരു ഹാബിറ്റിന് ഏറ്റവും ലാസ്റ്റായിട്ട് നമുക്ക് വേണ്ടത് ഒന്നെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ അൺസാറ്റിസ്ഫാക്ഷൻ.
ഒരു കാര്യം സാറ്റിസ്ഫൈയിങ് ആണെങ്കിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യും, ഒരു കാര്യം അൺസാറ്റിസ്ഫൈയിങ് ആണെങ്കിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യില്ല. കാരണം ഒരു പണിഷ്മെൻറ്റ് അത്രയ്ക്ക് പവറുണ്ട്. അതായത് നമ്മൾ ശരിക്കും ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇതിനകത്ത് എതിരുണ്ടാവുമായിരിക്കും. പിള്ളേരെ തല്ലിക്കഴിഞ്ഞാൽ അവർ നന്നാവുകയില്ല അതിന് പകരം. പക്ഷെ എനിക്കത് ഞാൻ അങ്ങനെ ഫുള്ളായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ല, ശരിയാകത്തില്ലെന്ന്. ശരിയാകുകയും ചെയ്യും. കാരണം ചിലപ്പോൾ ഒരു കണ്ണിങ് പോകും, പക്ഷേ അത് വേറെ കാര്യം. പക്ഷേ അടിച്ചു കഴിഞ്ഞാൽ അവരുടെ ബിഹേവിയറിൽ കുറേ മാറ്റം വരും. ചിലപ്പോൾ ഭാവിയിൽ അവർ മനസ്സിലാവും എന്തുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞിരുന്നത്. പക്ഷേ നമുക്കൊന്ന് നിയന്ത്രിച്ച് നിർത്തിയാൽ പോരെ. അതായത് നമുക്ക് അതേപോലെ നമ്മുടെ കാര്യത്തിലല്ല, നമ്മളെ പണിഷ് ചെയ്യുക, നമ്മളെ കുറച്ച് ദിവസം നിയന്ത്രിക്കുക. കുറേ കഴിയുമ്പോൾ നമുക്ക് ചേലാവും അല്ലെങ്കിൽ ശീലവും. ഇതാണ് ഐഡിയ. ഇനിയിപ്പോൾ നമുക്ക് എടുക്കാം, അത് സ്മോക്ക് ചെയ്തു അറിയാതെ. അപ്പോൾ നമ്മളെങ്ങനെ നമ്മളെ പണിഷ് ചെയ്യുക, അതായത് നമ്മൾ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുക എങ്ങനെ നമ്മളെ പണിഷ് ചെയ്യാൻ ആദ്യമേ തന്നെ. അതായത് നമ്മളെല്ലാം ക്യൂ ഇതൊക്കെ നമ്മൾ കടന്നു, പക്ഷേ എല്ലാതെയും നമ്മൾ പോയിട്ട് നമ്മൾ അറിയാതെ നമ്മൾ റിലാക്സ് ചെയ്തു അല്ലെങ്കിൽ സ്മോക്ക് ചെയ്തു പോയി, അറിയാതെ നമുക്ക് പറ്റിപ്പോയി. യെസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ പണിഷ് ചെയ്യണം. എങ്ങനെ? നമ്മൾ എന്തെങ്കിലുമൊക്കെ മെത്തേഡ് ഉപയോഗിക്കുക. അതായത് എന്തെങ്കിലുമൊക്കെ, അതായത് 1 മണിക്കൂർ നമ്മൾ ഇനി ചുമ്മാ ഇരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പണിഷ്മെൻറ്റ് നമ്മൾ കൊടുക്കുക. നല്ല പെയിൻഫുൾ ആയിരിക്കണം. എത്രയോ പെയിൻഫുള്ളാകുന്നവരോ അത്രയും നല്ലത്. ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞാൽ തന്നെ, ഇപ്പോൾ ഗൾഫിലാണെങ്കിൽ ഈ പണിഷ്മെൻറ്റിൻ്റെ എത്ര പവർ ആയതുകൊണ്ട് ആൾക്കാർ ക്രൈം ചെയ്യുന്നത് കുറവായിരിക്കും. പക്ഷേ ചെറുതായിട്ട് പ്രശ്നമുണ്ട്. പക്ഷേ അത് നല്ല ഐഡിയ തന്നെയാണ്. അതായത് പണിഷ് ചെയ്താൽ നമുക്ക് നമ്മളെ പണിഷ്മെൻറ്റ് പേടിച്ചിട്ട് നമ്മൾ ചെയ്യാതിരിക്കും. യെസ്, അതാണ് ഇതിൻ്റെ ഐഡിയ. അതായത് ഒരു ബാഡ് ഹാബിറ്റ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഭയങ്കര അൺസാറ്റിസ്ഫാക്ഷൻ കൊടുക്കുക. അതായത് ഓവറായിട്ട് നമ്മൾ നശിപ്പിക്കരുത്, പക്ഷേ ഒരു അത്യാവശ്യം നമുക്കൊരു പണിഷ്മെൻറ്റ് കൊടുക്കുക. അതായത് നമ്മളിപ്പോൾ ഇന്ന് സ്മോക്ക് ചെയ്താൽ നമ്മൾ ഇന്നത്തെ ദിവസം ഫുള്ള് പട്ടിണി കിടക്കുക. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, കുറച്ച് പെയിൻഫുൾ ആവട്ടെ. എന്നാലും നമ്മൾ എത്ര പെയിൻഫുൾ ആവുന്നവരും അത്രയും നല്ലത്. അതായത് ഓക്കെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പക്ഷേ ഒരു ഗുഡ് ഹാബിറ്റ്, അത് നമ്മളിപ്പോൾ പുസ്തകം വായിച്ചു, നന്നായി 1 മണിക്കൂർ പുസ്തകം വായിച്ചാൽ നമ്മളെ തന്നെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് ഫോണിൽ തോണ്ടുക. ഓക്കെ, ഇങ്ങനെ നമ്മളെ തന്നെ സന്തോഷിപ്പിച്ച് നിർത്തുക. ഇങ്ങനെ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട്, അപ്പോൾ നമ്മളൊരു പണി എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഫോൺ നോക്കാതെ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ പണി മൊത്തം തീർത്താൽ നമ്മളെ തന്നെ സന്തോഷിപ്പിക്കുക, സാറ്റിസ്ഫൈ ചെയ്യുക. ഇതേപോലെ തന്നെ നമ്മൾ സാറ്റിസ്ഫൈ, അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ, അതായത് നമ്മൾ സന്തോഷിക്കുന്ന കാര്യം നമ്മൾ പിന്നെയും നമുക്ക് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ആ കാര്യങ്ങൾ നമ്മൾ ഓർത്ത് പിന്നെയും നമ്മൾ റിപ്പീറ്റ് ചെയ്യും. ഇതാണ് നമ്മുടെ ഹാബിറ്റിൻ്റെ ഒരു മെയിൻ പരിപാടി. അതായത് നമ്മൾ എന്താ ചിന്തിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ലൈഫിൽ എങ്ങനത്തെ ഒരാളായി മാറണം. അപ്പോൾ നമ്മൾ അതിന് അങ്ങോട്ട് വർക്ക് ചെയ്യുക. അതായത് നമ്മളൊരു ഐഡൻറ്റിറ്റി, അതായത് ഇതിൻ്റെ മെയിൻ ഇനി നമ്മൾ ഓക്കെ, ഇതാണ് ഐഡിയ. അതായത് പിന്നെ ക്രേവിങ്, പിന്നെ റെസ്പോൺസ്, അതിൻ്റെ നമ്മൾ സാറ്റിസ്ഫാക്ഷൻ. ഇനി നമ്മൾ ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് ബിഗ് പിക്ചറിൽ കാണാം. അതായത് നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്, അതായത് നമുക്കൊരു ഹാബിറ്റ് എങ്ങനെ ഉണ്ടാക്കാം, അതായത് അതിനുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഐഡൻറ്റിറ്റി. അതായത് നമ്മുടെ ഐഡൻറ്റിറ്റി നമ്മൾ സ്വിച്ച് ചെയ്യണം. അതായത് നമുക്ക് ഓരോരോ ഐഡൻറ്റിറ്റി ഉണ്ട്. നമ്മൾ ഇങ്ങനെയാണ്, നമ്മൾ അങ്ങനെയാണ്, ഇങ്ങനെയാണ്, നമ്മൾ മാത്തിൽ കൊള്ളുകയില്ല, നമ്മൾ പഠിക്കാൻ കൊള്ളത്തില്ല, നമ്മൾ കാണാൻ കൊള്ളത്തില്ല. നമ്മൾ ഓരോരോ ഐഡൻറ്റിറ്റി നമുക്ക് തന്നെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് അങ്ങനെ വിശ്വസിക്കാൻ നമുക്ക് കാരണമുണ്ട്. കാരണം നമ്മൾ കാശിന് കൊള്ളാത്തവൻ ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നത്. അതായത് നമ്മൾ പഠിക്കത്തില്ല, കാരണം നമ്മൾ പഠിക്കാത്തതുകൊണ്ടാണ് നമ്മൾ പഠിക്കത്തില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. അത് സത്യമായ ഒരു കാര്യമാണ്. പക്ഷേ നമ്മളൊരു പുതിയ ഹാബിറ്റ് നമ്മൾ പഠിക്കുകയാണെങ്കിൽ, നമ്മൾ പഠിക്കാൻ തുടങ്ങുമെന്ന് എഴുതിക്കോ ഇന്ന് മുതൽ. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ പഠിക്കാനോ അല്ലെങ്കിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യാനോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു നല്ലൊരു ഗുഡ് ഹാബിറ്റ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരാൻ കരുതുക. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ വിശ്വസിക്കണം. നമ്മൾ ജസ്റ്റ് വിശ്വസിക്കുക അങ്ങോട്ട്. നമ്മൾ കാശിന് കൊള്ളുന്നവനാണ്, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുക നമുക്ക് അറിയാവുന്നവനാണ്, അല്ലെങ്കിൽ നമ്മളെക്കൊണ്ട് പറ്റും, വർക്കൗട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ തടിയനാണെങ്കിലും അല്ലെങ്കിൽ മെലിഞ്ഞിരിക്കുന്നതിനാണെങ്കിലും നമുക്ക് നല്ല ബോഡി ഉണ്ടാക്കാൻ പറ്റും. ആദ്യം നമ്മൾ ആ ഒരു വിശ്വാസം ആദ്യം വേണം. ആ ഒരു വിശ്വാസം നമ്മൾ ഒന്ന് വിശ്വസിക്കുക അങ്ങോട്ട്, ജസ്റ്റ് വിശ്വസിക്കുക. അത് നമ്മൾ ആ ഒരു ഐഡൻറ്റിറ്റി ചൂസ് ചെയ്യുക. ആദ്യം വേണമെങ്കിൽ നമുക്കൊരു ഐഡിയലിനെ വരെ ചൂസ് ചെയ്യാം. അതായത് ഇപ്പോൾ നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ ഒരു ബോഡി തന്നെ നമുക്ക് ഇതുപോലൊരു ബോഡി ഉണ്ടാക്കിയെടുക്കാമെന്ന് നമ്മൾ കരുതുക തുടങ്ങാൻ വേണ്ടി. എന്നിട്ട് പിന്നെ അപ്പോൾ ഇതിനൊരു തെളിവൊന്നുമില്ല, നമ്മളിങ്ങനെയാണെന്ന് വിശ്വസിക്കുക ആദ്യം. അതാണ് ആദ്യത്തെ. അത് നമ്മൾ ആ ഐഡൻറ്റിറ്റി ചൂസ് ചെയ്യുക അങ്ങോട്ട്. പിന്നെ അപ്പോൾ അതിനൊരു തെളിവുമില്ല. അതായത് നമ്മളിപ്പോൾ കോടതിയിലാണെങ്കിൽ കൂടുതൽ തെളിവുകളാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഓരോ ഹാബിറ്റും ചെയ്യുന്നത് ഓരോ തെളിവുകളാണ്. അതായത് ഓരോ പ്രാവശ്യം നമ്മൾ വൃത്തിയായിട്ടുള്ള നല്ല ക്ലീനായ ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ ഓരോ വർക്കൗട്ടും ചെയ്യുന്നത്, ഒരു ബുക്ക് വായിക്കുന്നത്, അല്ലെങ്കിൽ നന്നായി പഠിക്കുന്നത്, നമ്മൾ ഓരോ പ്രാവശ്യം തെളിവുകൾ നമ്മൾ കളക്ട് ചെയ്യുന്നതായിട്ട് കരുതുക. കൂടുതൽ തെളിവുള്ളിടത്തോളം നമുക്ക് നമ്മുടെ കേസിന് അല്ലെങ്കിൽ നമ്മുടെ ആർഗ്യുമെൻറ്റ്സിന് പവർ കൂടും. അത് നമ്മുടെ ബിലീഫ്സ് കൂടും. നമുക്ക് വിശ്വസിക്കാൻ കൂടുതൽ പറ്റും. നമ്മുടെ ഐഡൻറ്റിറ്റി ശരിയാണെന്ന് നമുക്ക് മനസ്സിലാവും. അതായത് നമ്മൾ ഓരോ പ്രാവശ്യം നമ്മൾ ആദ്യം വിശ്വസിക്കുക, എന്നിട്ട് നമ്മൾ ആ ഹാബിറ്റ് ചെയ്തു തുടങ്ങുക. ഒരു ഹെൽത്തി ആയ ആളെ പോലെ ജീവിച്ചു തുടങ്ങുക. ഓരോ പ്രാവശ്യം ജീവിക്കും തോറും നമ്മൾ വിശ്വസിച്ച് തുടങ്ങും. നമുക്ക് കൂടുതൽ തെളിവുകൾ, ഓരോ പ്രാവശ്യം നമ്മൾ വോട്ട് ചെയ്യുക നമുക്ക് തന്നെ, അല്ലെ ഓരോ പ്രാവശ്യം നമുക്ക് തെളിവ് കളക്ട് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഓരോ പ്രാവശ്യം നമ്മൾ
ഓരോ ഹാബിറ്റുകൾ പെർഫോം ചെയ്യുന്ന സമയത്ത്. ഇതാണ് ക്ലിയർ ആയിട്ട് പറഞ്ഞത്. അതായത് നമ്മളിപ്പോൾ യൂട്യൂബർ ആണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ യൂട്യൂബ് വീഡിയോ ഇട്ട് തുടങ്ങുക. അത് നമ്മൾ വിശ്വസിക്കുക നമ്മൾ യൂട്യൂബർ ആണെന്ന് വിശ്വസിക്കുക. എന്നിട്ട് യൂട്യൂബ് വീഡിയോ ഇട്ട് തുടങ്ങുക. ഓരോ വീഡിയോ ഇടുന്തോറും നമുക്കത് നമ്മളിൽ അതിൽ വിശ്വാസം നമ്മൾ ഉറപ്പിച്ചുകൊണ്ടിരിക്കും. ഓരോ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക. സെയിം വേ, അതായത് എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെ. നമ്മളൊരു എന്തൊരു കാര്യം ചെയ്യാനാണ് നമ്മൾ ആദ്യം വിശ്വസിക്കുക, എന്നിട്ട് നമ്മൾ ആ ഹാബിറ്റ്, ആ ഒരു കാര്യം പ്രോസസ്സ് നമ്മൾ ചെയ്തു തുടങ്ങുക. പിന്നെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുക. അതായത് ഒരു കാര്യം തുടങ്ങി യൂട്യൂബിലാണെങ്കിൽ നമ്മൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അതേപോലെ വർക്കൗട്ടിലാണെങ്കിൽ നമ്മൾ വർക്കൗട്ടുകൾ മാറ്റുക, പുതിയ എക്സ്പെരിമെൻ്റ് നടത്തുക. അതേപോലെ ഓരോ കാര്യത്തിലും, പഠിത്തത്തിലാണെങ്കിൽ നമ്മൾ ടവേഴ്സ് കൂട്ടുക, അല്ലെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ കോമ്പറ്റീറ്റീവ് ലെവലിൽ പോവുക. അതായത് ഇതിൻ്റെ കാര്യം, അതായത് നമ്മൾ എല്ലാ കാര്യത്തിനും നമ്മൾ ആദ്യം തുടങ്ങാൻ നമ്മൾ ബിലീഫാണ് വേണ്ടത്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് പ്രോസസ്സ് ചെറിയ ബേസിക്കായിട്ട് നമ്മൾ ചെയ്തു തുടങ്ങുക. എന്നിട്ട് നമ്മൾ തെളിവുകൾ കളക്ട് ചെയ്യുക. നമുക്ക് കോൺഫിഡൻസ് കൂടുന്നതോടും നമ്മൾ ബുദ്ധിമുട്ട് കൂട്ടി കൊണ്ടുവരിക. ഇതാണ് നമുക്ക് ഏതൊരു കാര്യം നമുക്ക് ലോകത്തിൽ എന്ത് വേണം അച്ചീവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതാണ് ഇതിൻ്റെ, അത് നമ്മൾ ആദ്യം ബിലീഫ് ചെയ്യണം. നമുക്കതിന് പറ്റുമെന്നുള്ളൊരു ബിലീഫ് വേണം. പിന്നെ നമ്മൾ ഏത് ചൂസ് ചെയ്യണം, എങ്ങനെ ഒരു ഹാബിറ്റ് ചൂസ് ചെയ്യണം, ഏതൊരു ഹാബിറ്റ് ചൂസ് ചെയ്യണം, നമ്മൾ എങ്ങനെ ജീവിക്കണം, ഏതൊരു ഐഡൻറ്റിറ്റി ചൂസ് ചെയ്യുന്നത് നമുക്ക് ബെസ്റ്റ്, ഇതൊക്കെ നമുക്ക് അടുത്ത വീഡിയോ പറയുന്നതാണ് നല്ലത്. കാരണം ഇതിലതിൻ്റെ ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് പെട്ടെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ അറ്റോമിക് ഹാബിറ്റ് എന്ന് പറഞ്ഞ ബുക്ക് വായിക്കുക. അതിനാണ് ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യത്തിനകത്തുണ്ട്. പക്ഷേ നിങ്ങൾക്കത് വായിക്കണം നിർബന്ധമില്ല. പക്ഷേ നിങ്ങൾ വായിക്കാൻ വേണ്ടി, അത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ വായിക്കണം എന്നുള്ളൊരു ഹാബിറ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കണം. നിങ്ങൾ ആദ്യം ആ ബുക്ക് വായിച്ചു തുടങ്ങിക്കോ. ഇറ്റ്സ് വെരി പവർഫുൾ, യുനോ. അപ്പോൾ നമ്മളത് വായിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ മനസ്സിലാക്കുന്നു. സബ്സ്ക്രൈബ് അടിച്ചു. അപ്പോൾ ബെൽ ബട്ടൺ അമർത്തി. അത്രേ ഉള്ളൂ. ലൈക്ക് അടിച്ചു. ഓക്കെ, ബൈ. Accept the pain. Smile at the pain. Embrace the pain. Pain is the gatekeeper of destiny. Pain is there to ask you one simple question. Do you really want to achieve your goals? Or are you just a talker?